റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. ഇന്റേണൽ മീറ്റിംഗുകളിൽ വരെ രാമചന്ദ്രൻ നായർ പങ്കെടുത്തിട്ടുണ്ടെന്ന് NGO നടത്തിപ്പുകാരി ഷൈനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജഡ്ജിയെ കണ്ടപ്പോഴുണ്ടായ വിശ്വാസത്തിന്റെ പുറത്താണ് നിരവധി പേരെ പദ്ധതിയുടെ ഭാഗമാക്കിയതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ജഡ്ജിമാരെ അതിനപ്പുറം പിന്നെ ദൈവം മാത്രമല്ലേ ഉള്ളൂ. ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിനോട് നിന്നത്. ഇല്ലെങ്കിൽ അനന്തകൃഷ്ണനെ ഞങ്ങൾക്കറിയില്ല. ജഡ്ജീനെയൊക്കെ നിങ്ങൾ ഇതിൽ പേരല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ പരിപാടിയിൽ എല്ലാ പരിപാടി എറണാകുളത്ത് GTS ഹാളല്ലേ, GTS ഹാളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇവിടെ സായിഗ്രാമിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. CN രാമചന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം എറണാകുളത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ജില്ലാ ഭാരവാഹികളായതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾക്ക് പോകണം. മറ്റുള്ള ആൾക്കാർക്ക് പോയില്ലെങ്കിലും ഞങ്ങൾക്ക് പോകണം. എന്താണ് ഇനി മുന്നിലുള്ള വഴി? ഒരു വഴിയില്ല, മരണം മാത്രമേ ഉള്ളൂ. റഹീസ് റഷീദ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഷൈനി കണ്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിശ്വാസത്തിന് വേണ്ടി കൊണ്ടുവരികയും സ്ഥിരമായി യോഗങ്ങളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ആസൂത്രിതമായിരുന്നു അനന്തകൃഷ്ണന്റെ നീക്കങ്ങൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവരൊക്കെ നേരിട്ട് ഇതിന്റെ ഭാഗമായിരുന്നു, ഈ ചതിയുടെ ഭാഗമായിരുന്നു എന്നതുകൂടി വെളിപ്പെടുകയല്ലേ ഷൈനിയെ പോലെയുള്ളവരുടെ വാക്കുകളിലൂടെ? റഹീസ്, അങ്ങനെ തന്നെയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഇവർ NGOയുടെ മെയിൻ ഭാരവാഹികളായതുകൊണ്ട് ഇവർ വഴിയാണ് ഈ അനന്തകൃഷ്ണനും ആനന്ദകുമാറുമൊക്കെ പൈസ ഉണ്ടാക്കാൻ ഗുണഭോക്താക്കളെ കണ്ടത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർക്കായിട്ടുള്ള പ്രത്യേക യോഗങ്ങളും മറ്റും നടക്കാറുണ്ട്. ആ യോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ എന്നാണ് അതിൽ പങ്കെടുത്തിരുന്ന ആളുകൾ പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇത് കാണുന്ന ആളുകൾക്ക് അപ്പോൾ വിചാരിക്കാം പല രാഷ്ട്രീയ നേതാക്കൾ, MLA മാർ, മന്ത്രിമാരൊക്കെ ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പങ്കാളിത്തമല്ല ഇവർ പറയുന്നത്. ഇന്റേണൽ മീറ്റിംഗ്, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പുകളുമായി മുന്നോട്ട ഓറിയന്റേഷൻ ക്ലാസുകളുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പോലും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് പോലെ അല്ല കാര്യങ്ങളെന്ന് അതിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഈ NGO നടത്തിപ്പുകാരിൽ പല ആളുകളും പറയുന്നത് ഓരോരുത്തർ ഓരോ കാരണം കൊണ്ട് ഇതിൻ്റെ ഭാഗമായി എന്ന് പറയുന്നത് പോലെ റിട്ടയർഡ് ജസ്റ്റിസായ ഒരാൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി നടക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കണോ സാറേ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. സ്വാഭാവികമായും വളരെ ജെന്യൂനായിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം സമൂഹത്തിൽ അത്ര പ്രഗത്ഭരായ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ, ഇതിൻ്റെ ഓറിയന്റേഷൻ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഇതേതെങ്കിലും തരത്തിൽ ഒരു തട്ടിപ്പ് കമ്പനിയാണ് എന്നൊരു തോന്നൽ ഇവർക്കാർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഷൈനി മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി കുറേയധികം ആളുകളുടെ പണം ഇതിനകം തന്നെ വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പണം കൊടുക്കാൻ വേണ്ടി തിരിച്ചു ചോദിച്ച് പോലീസിലും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, തുടർച്ചയായി നമ്മുടെ ഈ ലൈവത്തോണിനോടുള്ള പ്രതികരണങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അതിൽ തട്ടിപ്പിൽ പ്രമുഖർ ഇനിയും കുടുങ്ങുമോ എന്ന് ചോദിക്കുന്നു. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ടറെ അറിയിക്കാൻ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഈ ഓഫർ തട്ടിപ്പും മോൻസൺ മാവുങ്കലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ മറ്റുള്ളവരെ അഡ്വാൻസായി അവരല്ല ഇതിന് പിന്നിൽ ഉള്ളത് എന്നൊക്കെ പറയുന്നത്? അങ്ങനെ പല പല ചോദ്യങ്ങൾ നാട്ടുകാരെ ഇന്ന് ബോധവൽക്കരിക്കേണ്ടേ? കാരണം 1,20,000 പകുതി കൊടുത്താൽ ഒരു സ്കൂട്ടർ കിട്ടും എന്ന് പറഞ്ഞാൽ അതിന് ഇറങ്ങി പുറപ്പെട്ട് ഇതിന് തലവെച്ച് കൊടുക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ ഒരു ബോധവൽക്കരണമെങ്കിലും സർക്കാർ നടത്തണ്ടേ? സർക്കാരിന്റെ ഇതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം എന്താണ് റഹീസ്? സ്വാഭാവികമായും സുജയ, ഈ NGOകളും ഒപ്പം പണം നഷ്ടപ്പെട്ട ആളുകളും സർക്കാരിൽ ഇതിൽ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ ലൈവത്തോൺ തുടങ്ങിയത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് സർക്കാർ ഇടപെടൽ. ഇതിനകത്ത് സർക്കാരിലെ ഭാഗമായ പല ആളുകളും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ഇടുക്കി ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ഫണ്ട് കിട്ടിയെന്ന് തുറന്ന് സമ്മതിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ കാര്യത്തിൽ സർക്കാർ ഒരു ഇടപെടൽ, ഒരു പോലീസ് അന്വേഷണത്തിനപ്പുറത്ത് ഈ അനന്തകൃഷ്ണന്റെയും ആനന്ദകുമാറിന്റെയും ഒക്കെ സ്വത്തുകൾ കണ്ടെടുത്ത് നിയമപരമായ നടപടികളിലോട്ട് പോയി ഈ ഇടയ്ക്ക് നിന്ന ആളുകളുടെ ഒപ്പം 60,000, 64,000, 65,000 പോയ ആളുകളുടെ പണം തിരിച്ചു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
സുജയ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം, ഈ ആളുകൾ 1.5 ലക്ഷം അല്ലെങ്കിൽ 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടറും മറ്റും 60,000 കിട്ടുമോ എന്നൊരു ചോദ്യം സാധാരണഗതിയിൽ തട്ടിപ്പുകാർ നടത്തുന്ന ഒരു രീതി സാധാരണ തട്ടിപ്പിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആനന്ദകൃഷ്ണന്റെയും ആനന്ദകുമാറിന്റെയും തട്ടിപ്പ്. കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് 10 പേർ അല്ലെങ്കിൽ 100 പേർ സ്കൂട്ടറിന് അപേക്ഷിച്ചാൽ അതിലൊരു 100 പേർ അപേക്ഷിക്കുമ്പോൾ അതിലൊരു 25 പേർക്ക് ഇവർ സ്കൂട്ടർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 100 എന്നുള്ള അപേക്ഷ 25 പേർക്ക് കിട്ടുമ്പോൾ വീണ്ടും 100ഉം 200ഉം ഒക്കെ ആയി മാറുന്ന ഒരു രീതി. ജൈവവളം ചെറിയ മുതൽ മുടക്കുള്ളതാണല്ലോ ജൈവവളം പകുതി പൈസയ്ക്ക് ഇവർ കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തു, വാഷിംഗ് മെഷീൻ കൊടുത്തു, ഫ്രിഡ്ജ് കൊടുത്തു. അതിനുശേഷമാണ്, അതായത് ഒരു ചൂണ്ടയിട്ട് അതിൽ ചെറിയ മീൻ കുരുക്കി വലിയ മീനെ പിടിക്കുന്നത് പോലെ ജൈവവളമൊക്കെ കൊടുത്ത ആളുകളുടെ വിശ്വാസത വാങ്ങിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ജൈവവളം കിട്ടിയ ആളുകൾ സ്വാഭാവികമായും തലവെച്ച് കൊടുക്കും. സൗജന്യം ഓഫർ എന്ന് കാണുമ്പോൾ അതിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്ന മലയാളിയെയും പറയാതിരിക്കാൻ കഴിയില്ല. ഈ തട്ടിപ്പിന് കേരളത്തിൽ മാത്രമാണോ ഈ തട്ടിപ്പ് നടത്തിയത്, അതോ പുറത്തേക്ക് ഈ പണം ഒഴുക്കിയോ? ആരൊക്കെയാണ് ഈ നെക്സസിൽ ഉണ്ടായിരുന്നത്? അതിലേക്കാണ് റിപ്പോർട്ടറിന്റെ ഈ അന്വേഷണം നീളുന്നത്. ഞങ്ങളുടെ വാർത്താ സംഘം വിപുലമായി തന്നെ ഈ ലൈവത്തോണിൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.